വൈദകാല മൂസാലി കൗമിഹി, മൂസ തന്റെ ചിന്തയിലേക്ക്, ഒരു മനുഷ്യന്റെ ചിന്തയും പഠനവും അന്വേഷണവും എവിടെ പണിയുന്നുവോ അതാണ് അവന്റെ കൗമ്. അല്ലാതെ നമ്മുടെ ഈ ജനതയല്ല. അങ്ങനെയാക്കാം, ഒരു ബാഹ്യമായ അർത്ഥത്തില്, ലാഹിരയായ അർത്ഥത്തിൽ അങ്ങനെ വായിക്കുന്നതും ആക്കാം. നമ്മുടെ ചിന്തയും പഠനവും അന്വേഷണവും ഈ സമൂഹത്തിലാണ് നമ്മൾ പടുത്തുയർത്തുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ കൗമ് എന്നുള്ളത് അങ്ങനെ എടുക്കാം. മൂസ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയാണ്. ഇത് ചില ആളുകൾക്ക് പറയുമ്പോൾ ഇപ്പോഴും അവിടെ ദഹിക്കണില്ല. അതിപ്പോ ഒരാളായാൽ തന്നെ പറ്റുള്ളൂ എന്നാ പറയുന്നത്. മൂസ എന്ന് പറഞ്ഞാൽ 2000 കൊല്ലം മുമ്പ് ഈജിപ്തിൽ ജീവിച്ച ഒരാൾ തന്നെ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ 1400 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാൾ തന്നെ. എങ്ങനെ ഈ ക്രമം വന്നു എന്ന് ചോദിച്ചാൽ വരെ ഇവർക്ക് മറുപടി, ഈ പേരിലെ യോജിപ്പ് വരെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി. ഞാൻ പല ആളുകളോടും പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്നത് തന്നെ ഒരു മഹത്തായ ഒരു സ്ഥാനത്തിന്റെ പേരാണത്. മുഹമ്മദ് എന്ന് യബ്അസുഹുല്ലാഹു മഖാമൻ മഹ്മൂദ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു മഹ്മൂദായ മഖാമിന്റെ പേരാണത്. അറബികൾ ബഹുമാന്യരായ ആളുകളെ ഇപ്പോഴും വിളിക്കുക മുഹമ്മദ് എന്നാ വിളിക്കുക. പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും. ആ പ്രയോഗം ഇപ്പോൾ വരെ ഉണ്ട് അറബികൾക്കിടയിൽ. ബഹുമാന്യരായ ആളുകളെ മുഹമ്മദ് എന്നാണ് ഒരു വിളിക്കും. പേര് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതായത് മഹത്വപൂർണമായ ഒരു പദവിയാണ് അത് മുഹമ്മദ് എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് എന്റെ സഹോദരങ്ങളോട്, ചരിത്രം ബുദ്ധിമാന്മാർ എഴുതുകയും വിഡ്ഢികൾ വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ ആ ചരിത്രത്തെ അങ്ങനെ പറയാം. എഴുതിയത് ബുദ്ധിമാന്മാരാണ്, പക്ഷെ വായിക്കുന്നത് ജാഹിലുകളാണ്, അഗബിയാണ്. വിഡ്ഢികൾ വായിക്കുക. ചരിത്രം ആളുകൾ നിർമ്മിക്കുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ അതിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നൂഹ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു ഓരത്തേക്ക് മാറി നിൽക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതെങ്ങനെ ആദ്യമായി വന്ന ആൾക്ക് എങ്ങനെ കിട്ടി? ആദം എന്ന് പറയുന്നത് മനുഷ്യന്റെ നൈരന്തര്യം, ഇവിടെ തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ചിന്തയെയാണ്. നിരന്തരമായി പ്രപഞ്ചത്തിൽ തുടർന്നുകൊണ്ടേ പോന്നുകൊണ്ടിരിക്കുന്ന ചിന്ത. എങ്ങനെ ആദം എന്ന ആ പേര് കിട്ടി? തുടക്കം. നൂഹ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചാരം ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ ചിന്തയെ ഒന്ന് മാറി ചിന്തിക്കുക. ആ പോകുന്ന യാത്രയെ ഒന്ന് വഴിതിരിക്കുക, ഓരത്തേക്ക് മാറി നിൽക്കുക. ആ പേരെന്നെ നോക്കും നിങ്ങൾ. ഇങ്ങനെ ഓരോ പേരുകളും, യാക്കൂബ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. യാക്കൂബ് ആകട്ടെ, ഈസയാകട്ടെ, മൂസയാകട്ടെ, ഇബ്രാഹിം ആകട്ടെ, അവസാനത്തെ പേര് മുഹമ്മദ് ആകട്ടെ. മുഹമ്മദാണ് അവസാനം വരുന്നത്. ഏറ്റവും മഹത്വപൂർണമായ ഒരു സ്ഥാനത്തെത്തുന്ന മനുഷ്യൻ, അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. അതാണ് പ്രൈസ് വർത്തി, തുതിക്കപ്പെടുന്ന മഹത്വമേറിയ ഒരു എത്തിയവൻ. ഇതാണ് മുഹമ്മദ് എന്നുള്ളത്. അത് അബ്ദുള്ളക്ക് ജനിച്ചതാണെന്ന് പറയുന്നത് ശരിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ദുള്ളക്ക് ജനിച്ചതാണ് മുഹമ്മദ്, ആമിനക്ക് ജനിച്ചതാണ് മുഹമ്മദ്. ശരിയാണ്, ചരിത്രം ശരിയാണ്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ പറഞ്ഞാൽ പറ്റൂല മാഷെ. നമ്മക്ക് ഒരാള് വേണ്ട, എന്നാലേ ശരി. ഈ ആളെ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചു. എന്താണ് ഈ ആളെ കിട്ടിയിട്ട് നിങ്ങൾക്ക് കാര്യം? അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ഈസയാണ്, ഈസയിൽ നിന്ന് ജനിക്കുന്നതാണ് മുഹമ്മദ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയോ തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്ദുള്ളയാണ് ആര്? ഈസ. അതാരേ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ എന്ന് ഈസ പറഞ്ഞതാണ്. അല്ലേ? കാഫായൻ ഫാദിലെ ഈസ പറഞ്ഞില്ലേ, ഇന്നി അബ്ദുള്ള, ഞാൻ അബ്ദുള്ളയാണ്. അപ്പൊ ഈ അബ്ദുള്ളക്ക് ജനിച്ചതാണ് ആര്? അബ്ദുള്ളയിൽ നിന്നാണ് പിന്നെ ആര് ജനിക്കുന്നത്? മുഹമ്മദ് ജനിക്കുന്നത്. ശരിയാണ്, അബ്ദുള്ളയിൽ നിന്നാണ് മുഹമ്മദ് ജനിക്കുന്നത്. ആ ചരിത്രം ശരിയാണ്. പക്ഷെ അത് ഫിസിക്കൽ ജനനമായിട്ട് മക്കയിലെ ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ജനിച്ചതാണ് മുഹമ്മദ് എന്ന് വന്നപ്പോഴാണ് നമുക്കത് തെറ്റിപ്പോയത്. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞ അബ്ദുള്ളക്ക് ജനിച്ചതാണ് ആര്? മുഹമ്മദ്. അബ്ദുള്ള വന്നാൽ പിന്നെ അബ്ദുള്ളയിൽ നിന്ന് ജനിക്കുക മുഹമ്മദാണ്.